വെട്ടം ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ ജില്ലാശുപത്രിയിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ച നടപടി താൽക്കാലികമായി മാറ്റിവെച്ചു. വിവിധ സംഘടനകൾ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്നാണ് നടപടി നീട്ടിയത്. വെട്ടംചീർപ്പിൽ ഓട്ടോ ഡ്രൈവർക്ക് വെട്ടേറ്റു. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കൽപ്പകഞ്ചേരി സ്വദേശി കല്ലുങ്ങപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭകവും MSME സംയുക്ത വിപണനമേള അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ ഉദ്ഘാടനം നിർവഹിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷം വഹിച്ചു. ശനിയാഴ്ച രാവിലെ തുമരക്കാവിൽ ട്രെയിൻ തട്ടി മരിച്ച പത്തനംതിട്ട കാട്ടൂർ കോഴഞ്ചേരി സ്വദേശി മാവുങ്കമണ്ണിൽ നാസറിന്റെ മൃതദേഹം അഴുകിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി RMO ബബിത മുഹമ്മദിനെ ഉപരോധിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ KK ഷിജിത്തിനെ ജന്മനാട് ആദരിച്ചു. പുതുക്കുളങ്ങര ALP സ്കൂളിൽ സമന്വയം കേപുരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് താനൂർ DYSP VV ബെന്നി ഉദ്ഘാടനം ചെയ്തു. തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ പട്ടണനടക്കാവ് അങ്ങാടിയിൽ മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ശൗചാലയത്തിന് ശാപമോക്ഷമായില്ല. പ്രതിഷേധം ശക്തമാവുന്നു. ഹാർബറിൽ വാഹനങ്ങൾക്കും ജനങ്ങൾക്കും പ്രവേശന ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ അവ്യക്തത മാറ്റണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ആവശ്യപ്പെട്ടു. ഹാർബർ ഉദ്യോഗസ്ഥരുമായി നേതാക്കൾ ചർച്ച നടത്തി ജനങ്ങൾക്കും തൊഴിലാളികൾക്കും പ്രവേശന ഫീസ് ഈടാക്കുന്നത് ഒഴിവാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി നേതാക്കൾ പറഞ്ഞു. തിരൂർ നഗരസഭ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. പ്രതിഷേധ സൂചകമായി ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സംഭവത്തിൽ തിരൂർ പോലീസിൽ പരാതി നൽകി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. അതേസമയം നഗരസഭാ ജീവനക്കാരൻ ഗുണ്ടകളെ പോലെ പെരുമാറിയെന്ന് ആരോപണ വിധേയനായ സന്തോഷ് നാലുപുരക്കൽ പറഞ്ഞു. റേഷൻ വ്യാപാരികൾക്ക് ഉത്സവകാല ബത്ത അനുവദിക്കാൻ നടപടി ഉണ്ടാവണമെന്ന് കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ. തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മധ്യവയസ്കന്റെ മൃതദേഹം അഴുകിയതായി പരാതി. ശീതീകരണ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിൽ ആശുപത്രി അധികൃതർ വരുത്തിയ വീഴ്ചയാണ് മൃതദേഹം അഴുകാൻ കാരണമെന്ന് ആരോപണമുയർന്നു. എന്നാൽ മതിയായ മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നതായും വീഴ്ച വരുത്തിയിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. താനൂരിൽ ക്ഷേത്രത്തിലും പള്ളിയിലും മോഷണം. ഭണ്ഡാരങ്ങൾ തകർത്ത് പണം മോഷ്ടിച്ചു. താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിലുമാണ് മോഷണം നടന്നത്. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് 2 സ്ഥലത്തും മോഷണം നടന്നത്. താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളിയിലെയും ക്ഷേത്രത്തിലെയും CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങളുണ്ട്. ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും ട്രോമ കെയറും ചേർന്ന് നടപ്പിലാക്കുന്ന കെയർ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കളക്ടർ VR വിനോദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.